1463 സ്ഥാപിതമായ ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കുടവച്ചൂർ പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പിറവി തിരുനാളും 8 നോയമ്പ് ആചരണവും 2024 സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 15 വരെ നടക്കും. 2024 ഓഗസ്റ്റ് 29, 30, 31 തീയതികളിൽ തിരുനാളിന് ഒരുക്കമായുള്ള ധ്യാനം പോപ്പുലർ മിഷൻ ഡയറക്ടർ റവറൻഡ് ഫാദർ ജോ മരിപ്പാട്ട് നയിക്കും. സെപ്റ്റംബർ 1 ഞായറാഴ്ച വൈകിട്ട് 4:30 തിരുനാൾ കൊടിയുയർത്തൽ സഹായമെത്രാൻ അഭിവന്ദ്യ മാർ ജോസഫ് പുത്തംവീട്ടിൽ നിർവഹിക്കും. അത് നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പേപ്പറിൽ അത് കവറേജ് കൊടുക്കുമ്പോൾ 1-ാം തീയതി ഇന്ന സംഗതി, ഇന്ന കുർബാന, ഇത്ര സമയത്ത് അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾ കൊടുത്താൽ വളരെ നന്നായിരിക്കും. അത് 15-ാം തീയതി വരെ ഉണ്ട്. ആ 15-ാം തീയതി ഡേറ്റ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയാനുള്ള അവസരം നിങ്ങൾ ഒരുക്കണം. പിന്നെ പെരുന്നാളിൻ്റെ ബേസ്പര 7-ാം തീയതി വൈകുന്നേരമാണ് അമ്പയാർ മാർക്കറ്റിൽ നിന്ന് പള്ളിയിലോട്ട് ബേസ്പര വരുന്നു. അതിന് കഴിഞ്ഞ് പള്ളിയിൽ നിന്നും വീണ്ടും പ്രദക്ഷിണം പടിഞ്ഞാറ് കായലിനരികിൽ വളരെ ഭക്തിപൂർവ്വവും ആഡംബരവുമായിട്ടുള്ളൊരു പ്രദക്ഷിണമാണ്. പ്രത്യേകിച്ച് നിങ്ങളത് വരണം. അന്നത്തെ ഇതെല്ലാം നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നിങ്ങളത് പേപ്പറിൽ കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കണം. അതുപോലെ തന്നെ 15-ാം തീയതി അതേപോലെ തന്നെ പ്രദർശനം ഉണ്ടാകും. 14, 15 ബേസ്പരയ്ക്ക് പോലെ തന്നെ പെരുന്നാളിന് നല്ല വലിയ ആഘോഷമായ പ്രദർശനമാണ്. സെപ്റ്റംബർ മാസം 4 ആരാധന ദിനം ദിവ്യകാരുണ്യ പ്രദക്ഷിണം, സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വാഴ്ച ദിനം, സെപ്റ്റംബർ ദിനം, സെപ്റ്റംബർ 7, 8 തിരുനാൾ ദിനം, സെപ്റ്റംബർ 14, 15 8-ാം തിരുനാൾ എന്നിങ്ങനെ പ്രധാന ചടങ്ങുകളോടെ നടക്കും. ആരാധന, വിശുദ്ധ കുർബാന, ജപമാല, ധ്യാനം, നൊവേന, വചനപ്രഘോഷണം, ആഘോഷമായ സമൂഹബലി, വേസ്പര എന്നീ ചടങ്ങുകളോടെ അതിവിപുലമായി പെരുന്നാൾ നടക്കുമെന്ന് പള്ളി വികാരി ഫാദർ പോൾ ആത്തപ്പിള്ളി. 463 സ്ഥാപിതമായ ഒരു പുരാതന ദേവാലയമാണ്. ഇപ്പം 600 വർഷത്തോളം അടുക്കുന്നു. ഈ ദേവാലയത്തിലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മറിയത്തോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ നാനാജാതി മത്സരം ഇവിടെ എത്താറുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ തിരുനാളിനെത്തും. ഈ വർഷം സെപ്റ്റംബർ 1 മുതൽ 15 വരെ തിരുനാൾ നടക്കുമ്പോഴേക്കും പ്രധാനപ്പെട്ട ഞങ്ങളുടെ തിരുനാൾ ദിവസങ്ങൾ 1-ാം തീയതി കൊടിയേറ്റ്, 7-ാം തീയതി വേസ്പര, 8-ാം തീയതി തിരുനാൾ, അതുപോലെ തന്നെ 14, 15 8-ാം പടം ഈ ദിവസങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഇടവകയ്ക്ക് പ്രധാനപ്പെട്ടതായിട്ട് 4, 6 ദിവസങ്ങളുണ്ടെങ്കിലും 1, 7, 8, 14, 15 ദിവസങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ എത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യങ്ങളാണ്. അതിൽ ഞങ്ങൾ പൊതുജനങ്ങൾ ഇവിടെ വരുന്ന വിശ്വാസികൾ അറിയേണ്ടതായിട്ട് റോബിൻ മണ്ണത്താലിൽ, ജിജി മൂപ്പശ്ശേരിൽ, വക്കച്ചൻ മണ്ണത്താലിൽ, സേവിയർ മീനപ്പള്ളിൽ, ബിജു മിത്രപ്പള്ളിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാളായും ആഘോഷിക്കുന്ന ഈ ചരിത്ര സംഭവത്തിലേക്ക് ധാരാളം ഭക്തജനങ്ങൾ എത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇത്തവണ ഓണത്തിൻ്റെ സമയം കൂടിയാണ്. അപ്പോൾ ധാരാളം തീർത്ഥാടകർ വരുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ പള്ളിയധികാരികളും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടെ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരുടെ യോഗം ബഹുമാനപ്പെട്ട MLA-യുടെയും RD-യുടെയും നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അപ്പം അതിലെടുത്ത തീരുമാനങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് നടപ്പാക്കും എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. വി വിഷൻ ന്യൂസ്, വൈക്കം.